അല്ലെ അതെ, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഇപ്പൊ പറ്റത്തില്ല സ്മൃതി. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വായിച്ചാലേ നമുക്ക് ഇതിനകത്ത് കാമ്പുള്ളതാണോ എന്നോ പറയാൻ പറ്റും. നമ്മളിങ്ങനെ കാണാത്തൊരു കാര്യം പറയുന്നു. സർക്കാരിന്റെ പിന്നെ എന്താ താല്പര്യം, കമ്മീഷൻ എന്നുള്ളത് കമ്മിറ്റി ആയപ്പോ തന്നെ നമുക്ക് അതിനകത്തൊരു കുറച്ച് താല്പര്യം, എന്താണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് തോന്നി. പിന്നെ രണ്ടാമത് ഇങ്ങനെ ആർക്കാണ് ഇതിൽ ധൃതി എന്ന് ചോദിച്ച ഒരു സെന്റൻസ്, അത് ഭയങ്കര ഹേർട്ടിങ് ആയിരുന്നു. എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത്? ധൃതിയുണ്ട്, കാരണം ജോലി ചെയ്യുന്നവർക്ക് ധൃതിയുണ്ട്, അല്ലാതെ ആർക്കാ ധൃതിയുള്ളത്? നമുക്ക് അതിന് ധൃതിയുള്ളത്. നമ്മൾ അപ്പൊ ഇത് പൊതു താല്പര്യമല്ല, നമുക്ക് പൊതു താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു ഇടവാകും. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഒരു കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, നമുക്ക് വേഷം മാറാൻ നല്ലൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്ന ഉറപ്പുകൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വരുമോന്ന് അറിയത്തില്ല. കാരണം പ്രൊഡ്യൂസറിന്റെ പൈസയില്ലേ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരാധീനതയിൽ നിന്ന് നിങ്ങൾ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് തന്നെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ആ തരത്തിലുള്ള സൗകര്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സിനിമ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചിലപ്പോൾ നടന്നു വരത്തില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര റിലേറ്റീവ് ആണ്, നമുക്ക് ഒന്നും ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല സിനിമ പോലൊരു മേഖലയിൽ. അപ്പൊ നമ്മൾ പോലും ജോലി ചെയ്യും, നല്ലൊരു സംവിധായകനാണെങ്കിൽ ഒരു സൗകര്യം കിട്ടിയില്ല നമ്മൾ ജോലി ചെയ്യാൻ പോകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുള്ള ഒരു സെറ്റാണ്. പക്ഷേ എല്ലാ സെറ്റുകളും അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറ്റിൽ പോയിട്ട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോന്നു, ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് കുഴപ്പമാവണ്ട, എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പോകുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ നിലപാട് എടുക്കാനും പറ്റില്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല. എനിക്കിപ്പോ ആ സമയത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റി. അഡ്വാൻസ് കൊടുക്കാൻ ഇല്ലായിരുന്നെങ്കിലോ ഞാൻ നിന്ന് ജോലി ചെയ്യത്തില്ലേ? അപ്പൊ അവിടുത്തെ ഒരു രീതി പിടിച്ചില്ല. അയ്യോ ഇവിടെ നിന്നാൽ ശരിയാവൂല, നമുക്ക് അത്ര സേഫ് ആയിട്ട് തോന്നില്ല. ഞാൻ അപ്പോഴേ എനിക്ക് പോരാൻ പറ്റി. എന്റെ അഡ്വാൻസ് കൊടുക്കാൻ വലിയ പൈസയൊന്നും നമുക്ക്, ചില സിനിമയിൽ നമ്മൾ സിനിമ വർക്ക് ചെയ്ത് എത്രയോ നാളെ പൈസയേ തരത്തില്ല, പൈസ തരുന്നത് എന്ന് വിളിച്ച് കാശുണ്ടോ, അപ്പൊ വന്നില്ല, പൈസ ഇല്ല. അതുപോലെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് പൈസ തരത്തില്ല. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പൈസ തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്. ഞാൻ അനുഭവിക്കുന്നത് പകുതി കൂടുതൽ അറിയാൻ ഒക്കില്ല സ്മൃതി. എന്റെ ഒരു കാറ്റഗറിയിലും എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന അല്ല വേറെ കാറ്റഗറിയിലും വേറെ ചെറുപ്പക്കാരും പിള്ളേരും ഒന്നും അനുഭവിക്കുന്നത്, പുതിയതായിട്ട് വരുന്നവരും ഒന്നും. വിവേചനത്തിൽ തുടങ്ങുന്നു, അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ, സൗകര്യത്തിൽ ഒരുപാട് കാര്യത്തിലുണ്ട്. അതിപ്പോ എനിക്കിതൊന്ന് ജനറലായിട്ട് പറയാനേ പറ്റത്തില്ല. നോക്കൂ, ഞാൻ 54 വയസ്സായി. എനിക്ക് എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പറയാം. വേറൊരു കുട്ടിയുടെ കഥ വേറെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അത് ഈ പഠനം അതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, എന്ത് വരും ഇതിൽ നിന്ന്. അപ്പൊ അത് പുറത്തു വിടണം. അതിന് പൊതു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമയിലെ ആൾക്കാർക്ക് ജീവന് വിലയില്ലെന്നാണോ? അത് കോടതി ഏതായാലും തള്ളിയത് വലിയൊരു കാര്യമായി. ആർക്കാണ് ധൃതി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ധൃതി. ധൃതിയുണ്ട്, പിന്നെ എല്ലാവർക്കും ധൃതിയുണ്ട്. നമുക്ക് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം ധൃതിയുണ്ട്. ഇത് അറിയണം, ഇതിൽ നിന്നൊരു മാറ്റം വരണം, പുതിയ നിയമനിർമ്മാണം വരണം, നമുക്ക് ധൃതിയുണ്ട്. പിന്നെ നമുക്കെല്ലാം ധൃതിയുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം കേട്ടോ, ഇത് എന്ത് വരുന്നത് ഇതിന്റെ ഒരു പ്രശ്നം പറയില്ല. അത് നിങ്ങൾ ചോദിക്കാത്ത, എല്ലാവരോടും നിങ്ങൾ ചോദിക്കുന്നതല്ലേ? സജിമോനെ ഒരുപാടായി ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. അതെന്തൊരു വർത്താനാണ് എന്റെ പൊന്നു സ്മൃതി. ഇതുപോലൊരു പൊതു താല്പര്യം കൊടുത്തിട്ട് പുള്ളി മുങ്ങി അടക്കാതൊക്കെ പറഞ്ഞത്. അതല്ല, ഒന്നാമത് ഞാൻ ഇന്ന നിർമ്മാതാവാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുന്നു, എന്റെ പേര് ഇതിലുണ്ട്, എനിക്കെതിരെ പീഡന പരാതിയുണ്ട് എന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് പറയാണ് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത്, എന്റെ പേര് പുറത്തു വരുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് ചെയ്യുക? എന്താണ് അദ്ദേഹം? അപ്പൊ സജിമോന്റെ എല്ലാ താല്പര്യം ഒന്നും വ്യക്തമായില്ലേ? അപ്പൊ അദ്ദേഹം അല്ലല്ല, അങ്ങനെയല്ല പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഏത് സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് ആൾക്കാരായിരുന്നു അതൊക്കെ അങ്ങനെ പറ്റില്ലല്ലോ. സജിമോൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് അദ്ദേഹം ഇത്രയും, അതുപോലെ ഞാൻ പറയുന്നത് ഇതുപോലെയല്ല ഒരുപാട് ആൾക്കാർ ഇരുന്ന് വേദനിക്കുന്നുണ്ടാവുന്ന ഒരുപാട് വൺ ടൈം സിനിമയിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. ചുമ്മാ സിനിമ എന്ന് പറയുമ്പോൾ ഗ്ലാമർ വേൾഡ് അല്ലേ, കുറെ പെണ്ണ് കിട്ടും, കുറെ കള്ള് കിട്ടുന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അത് പൈസയും പോവും, പെണ്ണും കിട്ടൂല, അതൊക്കെയാണ് എന്റെ യാഥാർത്ഥ്യം. അവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കഥ ചോദിച്ചാൽ വേറെ ഒരു വലിയ കഥ പറയാനുണ്ടാവും അവർക്ക്.